ഓർമ്മകളുടെ വസന്തം വിടർന്ന ഒരു അനുഭൂതിയായി നാട്ടിക എസ്.എൻ. കോളേജ് 1980-82 പ്രീ ഡിഗ്രി ബാച്ചിന്റെ കൂട്ടായ്മ. സൗഹൃദം പൂക്കുന്ന ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചുപോക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ ഒത്തുചേരൽ പഴയകാല സുഹൃത്തുക്കളെ ഒരുമിച്ച് ചേർത്തു. മുൻ എം.എൽ.എ. പ്രൊഫസർ കെ.യു. അരുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വി.എൻ. രണദേവ് അധ്യക്ഷത വഹിച്ചു. കൃഷ്ണകുമാർ സംസാരിച്ചു. പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് ഈ ബാച്ച് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആ ക്യാമ്പസ് ഇടനാഴികളിൽ നെയ്ത സൗഹൃദം വീണ്ടും പുതുക്കി. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ഓരോരുത്തരും. സൗഹൃദം പങ്കുവച്ചും പഴയകാല ഓർമ്മകൾ ഉണർത്തിയും പാട്ടും കലാപരിപാടികളുമായി നിറഞ്ഞു നിന്ന ഉച്ചവരെയുള്ള കൂടിച്ചാലിന് ശേഷം എല്ലാവരും മടങ്ങി. നാട്ടിക ഫർക്ക കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അതേ കോളേജുകളിലൊക്കെ തന്നെ മലയാളം പ്രൊഫസറായിട്ട് ഞാൻ ജോലി ചെയ്തു. പിന്നീട് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായി, സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ മെമ്പറായി. ഒരു നാടകം എഴുതിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് വാങ്ങിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഒരു വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന ഒരു സിനിമ പകുതി നിർമ്മിച്ച് അതിന് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് മേടിച്ചു. ഏറ്റവും നല്ല എഴുത്ത് റീഡർ, ഏറ്റവും നല്ല വായനക്കാരൻ നിശാഗന്ധി പബ്ലിക്കേഷൻസിൻ്റെ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് തന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ തന്നു. നല്ല വായനക്കാരൻ, അത് ശരിയാണ്. ഞാൻ നന്നായിട്ട് ആ അർത്ഥത്തിൽ വായിക്കും. അശോകൻ ചെരുവിൽ ഒരിക്കലും എഴുതി, ഞാൻ MLA നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന കേരളത്തിലെ ഒരു അധ്യാപകൻ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതായി തോന്നിയത്. കുട്ടികളെ എൻ്റെ ഫ്രണ്ട്സുള്ള കുട്ടികളായി. അപ്പോൾ അവരിങ്ങനെ കോളേജിൽ വിടുന്നവരെ കാത്തു നിന്ന് അതിൽ വിന്ധ്യൻ ഉണ്ടായിരുന്നു, DR ഹാരി. വിന്ധ്യൻ മരിച്ചുപോയി, സിനിമയിലെ വലിയ നിർമ്മാതാവായിരുന്നു. പിന്നെ ഹാരി ഉണ്ടായിരുന്നു. ഹാരി KPSCക്കും കലാസാലകേന്ദ്രത്തിനും ഒരുമിച്ച് നാടകം എഴുതിയാണ്. DR ഹാരി, വിന്ധ്യൻ, പിന്നെ 1-2